സുമേഷ് ബാബു, പ്രതിപക്ഷം എന്ന നിലയിൽ സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയങ്ങൾ ഒരുമിച്ച് ഉന്നയിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉന്നയിക്കാൻ LDF യോഗം ചേരേണ്ടതുണ്ട്. ആ യോഗം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ 1.5 മാസത്തിനിടയ്ക്ക് ചേർന്നിട്ടില്ല എന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. അപ്പോൾ ഈ ഒറ്റയ്ക്ക് CPM ഉന്നയിച്ച വിഷയമാണ് വിഴിഞ്ഞം. ആ വിഴിഞ്ഞം വിഷയം അവസാനം ഇപ്പോൾ എത്തി നിൽക്കുന്ന എവിടെയാണ് നമ്മുടെ മുന്നിലുണ്ട്. പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പിന്നാക്കം പോകുന്ന സ്ഥിതി കൂടി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ LDF ചേരുന്നില്ല എന്ന വിഷയത്തിൽ CPM മാത്രമാണോ പ്രതിക്കൂട്ടിലാകുന്നത്? CPM ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം, ആ ആവശ്യത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? പ്രതിപക്ഷ ഉപനേതൃ പദവി. ഇല്ല, CPI കഴിഞ്ഞ കുറക്കാലമായിട്ട് നമ്മുടെ നാട്ടില് അതിന്റെ മുതിർന്ന വലിയ അനുഭവ സമ്പത്തുണ്ടായ നേതാക്കന്മാരൊക്കെ പോവുകയും ഈ പറയുന്ന ബിനോയ് വിശ്വം സെക്രട്ടറി ആവുകയും ചെയ്തതിന് ശേഷം CPM-ന്റെ ഒരു സെക്കൻഡ് ഫിഡിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളെ മുമ്പിൽ ആകെ ഒറ്റ സമയത്ത് മാത്രമാണ് അവർ ആർജവം കാണിച്ചത്. അത് PM ശ്രീയുടെ കാര്യത്തിൽ മാത്രമാണ്. അത് PM ശ്രീ മാത്രം വെച്ചിട്ടാണോ വേറെന്തോ വെച്ചിട്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോ ഇങ്ങനെ ഒരു സെക്കൻഡ് ഫിഡിൽ എന്ന് പറഞ്ഞാൽ ഇയാളുടെ വിശ്വസ്ത വിധേയനാണ്. പിണറായി വിജയന്റെയും CPM-ന്റെയും വിശ്വസ്ത വിധേയനായി പെരുമാറിയിട്ടുള്ള ഒരു പാർട്ടിയാണ് CPI. അപ്പൊ ആ പാർട്ടിയുടെ വ്യക്തിത്വം CPM-നല്ല, പിണറായി വിജയൻ അടിയറ വെച്ചു. കാരണം ഞാൻ കേട്ടെടുത്തോളം കഴിഞ്ഞ 5 വർഷത്തെ മന്ത്രിസഭയിൽ പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു മന്ത്രിയായിരുന്നു തൃശ്ശൂർക്കാരനായിട്ടുള്ള K. രാജൻ. അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത് നിൽക്കാം? നിങ്ങൾക്ക് എങ്ങനെയാണ് വിലപേശാൻ പറ്റിയ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട്? നിങ്ങൾക്ക് എന്ത് വിലയാ ഉള്ളത്? കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, CPM അനുഭവിക്കുന്ന പ്രശ്നം നമ്മളല്ലേ പറയുന്നത്? പിണറായി വിജയന്റെ മുമ്പിൽ നിവർന്നിട്ട് സംസാരിക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് CPM-ന്റെ അകത്തുണ്ടായിരുന്നുവെങ്കിൽ CPM ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്തൂലല്ലോ. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രശ്നം മാത്രമല്ല, അതിനുശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ എത്തില്ലല്ലോ. നിങ്ങൾ സെക്രട്ടേറിയറ്റിലെ ലിസ്റ്റൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കേരള പാർട്ടി സെക്രട്ടേറിയറ്റില് ഞാൻ അതിൽ വിചാരിച്ചു, ഇപ്പൊ നിങ്ങളുടെ മാധ്യമങ്ങളൊക്കെ ചേർന്ന് അവതരിപ്പിക്കുന്ന വലിയ ബുദ്ധിജീവി നേതാവുണ്ട് സ്വരാജ്. അയാള് മത്സരിച്ചിരുന്നല്ലോ നിലമ്പൂരിൽ, അങ്ങയുടെ നാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പില്. അങ്ങനെ അക്കാലത്ത് പൊതുജനങ്ങളോട് പറഞ്ഞൊരു കാര്യമില്ലേ, 35 ലക്ഷത്തിന്റെ കാറിലാണ് സഞ്ചരിക്കുന്ന ആരോപണം വന്നപ്പോ അതിനെ ന്യായീകരിച്ചു അയാള്. എന്ത് കൊള്ളരുതായ്മയും ന്യായീകരിക്കുന്നതും മണ്ടത്തരമാണെന്ന് ഭൂമിയിൽ എല്ലാവർക്കും അറിയില്ലേ? അപ്പൊ 35 ലക്ഷത്തിന്റെ കാറിൽ സഞ്ചരിക്കുന്ന മാത്രമല്ല, അത് പരസ്യമായി ന്യായീകരിച്ചപ്പോ 2 നാട്ടുകാർ മത്സരിച്ചപ്പോ നാട്ടുകാർ വിചാരിച്ചു ഇയാളെക്കാൾ എത്രയോ സമ്പന്നനായിട്ടുള്ള, എന്നാൽ വളരെ വിനയത്തോടെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിച്ചാൽ മതി എന്ന് നിലമ്പൂരുകാർ തീരുമാനിച്ചു. ഒരു പശ്ചാത്താപ സൂചകമായ ഒരു വാക്യം ഈ പാർട്ടിയിൽ നിന്നോ ഈ പ്രത്യേക വ്യക്തി, അതിനുശേഷം ഇപ്പൊ ഇലക്ഷൻ തോറ്റതിന് ശേഷം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ കുട്ടികൾ ചിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു CPM-ന്റെ കീഴിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഇടത് ഭരണം അർഹിക്കുന്നില്ല ഇവിടുത്തെ ജനത എന്നാണ് പറഞ്ഞത് അദ്ദേഹം. ഇടത് ഭരണം അർഹിക്കുന്നില്ല അതാണല്ലോ ഇത് ഇടത് ഭരണമാണെന്ന് അങ്ങേര് പറയണ്ടേ ആദ്യം? അങ്ങേര് 35 ലക്ഷത്തിലെ കാറിൽ സഞ്ചരിക്കുന്നതിനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ പരസ്യമായി ന്യായീകരിച്ച അഹങ്കാരിയായ മനുഷ്യനാണ്. ആ ഒരു ഭരണത്തെ ഇടതുപക്ഷ ഭരണം എങ്ങനെയാണ് അങ്ങേർക്ക് വിളിക്കാൻ പറ്റും? നാട്ടുകാർക്ക് വേറെ തീരുമാനിക്കാൻ കഴിയട്ടെ. ഞാനതാണ് VS-ന്റെ ഉദാഹരണം വീണ്ടും പറഞ്ഞാൽ, VS അച്യുതാനന്ദൻ ഇടതുപക്ഷക്കാരനാണെന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ഒരാൾക്കും സംശയം ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങേരുടെ പാർട്ടിക്കാർക്ക് സംശയം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, BJP-ക്കാർക്ക് വരെ സംശയം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു കൃത്യതയുള്ള ഇടതുപക്ഷക്കാരനാണെന്ന്. അതെങ്ങനെയാ വരിക? അത് തന്റെ നിലപാടുകളിലും നയങ്ങളിൽ നിന്ന് ലോകത്തിന് ബോധ്യപ്പെടുന്ന തരത്തിൽ പൊതുജീവിതത്തിൽ എടുക്കുന്ന നിലപാടുകളിൽ നിന്നും നയങ്ങളിൽ നിന്നും വരിക. ഞാൻ പറയുന്നത് ഇത്രയും കൊള്ളരുതാത്ത ഒരു CPM നേതൃത്വത്തിന്റെ സെക്കൻഡ് ഫിഡിലായിട്ട് ഒരു രണ്ടാം കിടയായിട്ട് പ്രവർത്തിച്ചൊന്നുള്ള അത്യാപത്താണ് CPI-ക്കാർ ചെയ്തത്. അതുകൊണ്ടാണ് എന്താണ് നശിക്കുമ്പോൾ സർവനാശം ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ ഓർക്കുന്നില്ലേ, CK ചന്ദ്രപ്പൻ എന്ന് പറയുന്ന സെക്രട്ടറി, വെളിയം ഭാർഗവ് എന്ന് പറയുന്ന സെക്രട്ടറി ഈ പിണറായി വിജയന്റെ ഉരുട്ടുപേട്ട് നടക്കുമായിരുന്നോ? ഒരു പഴയ CPI നേതാക്കന്മാർക്കുള്ള വ്യക്തിത്വം ഉണ്ട്. ഈ പറയുന്ന മനുഷ്യൻ ഇപ്പോഴത്തെ CPI-യുടെ ഏത് നേതാവിന് ഞാൻ ഒറ്റ ഒരാളെ വ്യത്യസ്തമായി കാണുന്നുള്ളൂ. പരസ്യമായി പറയുമ്പോൾ എല്ലാം പറഞ്ഞോളയാ. പ്രകാശ് ബാബുവിനെ മാത്രമേ ഞാൻ അതിൽ അങ്ങനെ ശേഷിയുള്ള ഒരാളായിട്ട്, CPI വേറൊരു പാർട്ടിയാണെന്നും അതിലൊരു നയവും നിലപാടും ഉണ്ടെന്നും അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന വേറൊരു പാർട്ടിയാണ് CPI എന്നുള്ള നിലപാട് കേരളത്തിൽ പ്രദർശിപ്പിച്ചതായിട്ട് ഞാനിപ്പോ കാണുന്ന ഒരാൾ പ്രകാശ് ബാബു മാത്രമാണ്. പക്ഷെ പ്രകാശ് ബാബു ഇവിടുത്തെ കേരളത്തിലെ CPI നേതൃത്വ ഡിസ്പെൻസേഷന്റെ ഒരു അരികിലാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തത്? നിങ്ങൾക്കൊക്കെ മാധ്യമപ്രവർത്തകർക്കൊക്കെ അറിയാലോ. അപ്പൊ അങ്ങനെ എന്താ സംഭവിക്കുക? അതാണ് സർവനാശം ഉണ്ടാകുമ്പോൾ അതാ പ്രശ്നം. ഈ LDF എന്നൊക്കെ പറഞ്ഞ മേൽവിലാസം വെച്ച് നടക്കുന്ന ഈ ബിനോയിനെ പോലുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത്,
നിങ്ങൾ കൊള്ളരുതാത്ത ഒരു നേതൃത്വത്തിന്റെ ഈ അടിയാളന്മാരായിട്ട് എപ്പോഴും നിലപാടെടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ആരെങ്കിലും ഇതിനെ രക്ഷിക്കാൻ ഇടപെടാൻ ഒരു ശക്തി വേണ്ടേ? ജനങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കാൻ ഇത് ഇടതുപക്ഷമാണ്, ഇങ്ങനെ ഇടതുപക്ഷത്തിന്റെ ശബ്ദമാണ്, നിലപാടുള്ള ആളാണെന്ന് വിശ്വസിക്കാനുള്ള ഒരു സാന്നിധ്യം വേണ്ടേ? പഴയ കാലത്ത് 2006 2011 തോക്കുമ്പോൾ ലോകത്തിന് മുമ്പിൽ ഒരു VS അച്യുതാനന്ദനുണ്ട്, ടവറിംഗ് ആയിട്ടുള്ള ഒരാള്. അതുകൊണ്ട് 2016 തെരഞ്ഞെടുപ്പ് വരുമ്പോ ഉമ്മൻചാണ്ടിയൊക്കെ എത്ര നല്ല ആളായിരുന്നാലും അവരുടെ ഭരണം കുഴപ്പമാണ്. അതുകൊണ്ട് VS ഉണ്ടല്ലോ, അതുമായിട്ട് 140 മണ്ഡലങ്ങളിലും VSന്റെ ഫോട്ടോ വെച്ചിട്ട് ജയിച്ചിട്ട് VSനെ വെട്ടിയിട്ടാണ് മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ വരുന്നത്. അപ്പോ ഞാൻ പറയുന്നത് ഈ CPI ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അത്യാപത്തിതാണ്. തങ്ങളൊരു വേറെ പാർട്ടിയാണെന്ന് തെളിയിക്കുന്നതിനുള്ള പണി കഴിഞ്ഞ 5 വർഷത്തിന്റെ ഭരണത്തിന്റെ സൗകര്യങ്ങളാണ് അവർ അനുഭവിച്ചിട്ടുള്ളത്. ശരി, എന്തെങ്കിലും ഈ ആലസ്യം. അപ്പൊ അതുകൊണ്ട് ഈ സുഖം അത് വളരെ പ്രധാനം. MN വിജയമാഷൊക്കെ ആവർത്തിച്ചു പറഞ്ഞിരുന്ന ഒരാളാണ്. അളവറ്റ സുഖത്തിന്റെ നടുവിൽ നിന്ന് വളർന്നിട്ടുള്ള ഒരു പാർട്ടിക്കും അതിന്റെ നേതാക്കന്മാർക്കും സ്മൃതി, നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ജനങ്ങൾക്ക് വേണ്ടി ഒരു സത്യസന്ധവും വ്യക്തവും ഫാസിസ്റ്റ് വിരുദ്ധവുമായ നിലപാടെടുത്ത് കേരളത്തിന്റെ മനുഷ്യരുടെ, കേരളത്തിലെ സെക്യുലറിസത്തിന്റെ, ജനാധിപത്യത്തിന്റെ ശബ്ദമായി ഉയർന്നു വരാൻ പറ്റുകയില്ല എന്നുള്ളൊരു ധർമ്മ സങ്കടത്വമാണ് നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.